വെടിക്കെട്ട് അപകടം അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ആദ്യത്തെ ഒരു സംഭവമല്ല. കഴിഞ്ഞ 25 വർഷത്തിനിടെ മാത്രം കേരളത്തിൽ വലുതും ചെറുതുമായിട്ട് 750-ലധികം വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ കണക്ക്. ഈ അപകടങ്ങളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം 450-ലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ ഉള്ളപ്പോഴാണ് ശ്രീ വി എസ് സുനിൽകുമാർ അങ്ങിപ്പോൾ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇപ്പോൾ തിങ്കളാഴ്ച ഈ അപകടമുണ്ടായ മുണ്ടത്തിക്കോട്ടെ പടക്ക നിർമ്മാണ ശാലകൾ തമ്മിൽ കൃത്യമായ അകലമില്ല. അവിടെ ഒരു ആംബുലൻസിന് അപകടമുണ്ടായാൽ എത്താൻ പാകത്തിന് ഒരു വഴി പോലും ഇല്ല. അപ്പം ഒരു ആലോചന പോലും ഇല്ലാതെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള പരിപാടികളല്ലേ ഇതൊക്കെ? ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് ഈ 2016 ഉണ്ടായിട്ടുള്ള പുറ്റിങ്ങൽ, അതിന് മുമ്പുണ്ടായ പുറ്റിങ്ങൽ വെടിക്കെട്ടിനെ തുടർന്ന് 2016 തൃശ്ശൂർ പൂരത്തിനാണല്ലോ അനുമതി കൊടുത്ത ഏക സ്ഥലം. അത് അന്ന് അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. അന്നത്തെ മന്ത്രിയായിരുന്ന സമയത്ത് ഇവിടുത്തെ MLA ആയി നിന്നുകൊണ്ട് ആ പൂരം വെടിക്കെട്ട് നടത്തിയ ഒരാളാണ്. അന്ന് പെസോ പറഞ്ഞ പരിപൂർണമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതായത് പൂരത്തിൻ്റെ ഡിസ്പ്ലേ നടക്കുന്ന വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ഒരു അപകടവും പറ്റാതിരിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഒരുപാട് പ്രതിഷേധം ഉണ്ടായിരുന്നു. ജനങ്ങൾ പറഞ്ഞു അങ്ങനെ ശരിയാ, ഞങ്ങൾ ഇത്ര അകറ്റി നിർത്താൻ പാടില്ല, ഞങ്ങൾക്ക് വെടിക്കെട്ട് കാണാൻ കഴിയുന്നില്ല, ഞങ്ങൾ എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങളെ ജനപ്രതിനിധികളായി നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്കെതിരായിട്ട് വലിയ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും കർക്കശമായിട്ട് അത് 2016 മുതൽ പാലിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ വെടിക്കെട്ട് നിർമ്മാണ സ്ഥലത്ത് നടക്കുന്ന യാതൊരു ശാസ്ത്രീയതയും ഇല്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട. കാരണം ഇപ്പോൾ നമുക്ക് ഒരു വെടിക്കെട്ട് നിരോധിക്കണം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സർക്കാരും ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ നിരോധിക്കാനൊന്നും പെട്ടെന്ന് കഴിയുന്ന കാര്യമാണ്. നിരോധനം മീൻസ് ഈ വെടിക്കോപ്പുകളുടെ നിർമ്മാണം തന്നെ വേണ്ട എന്ന് വെക്കണോ, വെടിക്കെട്ട് വേണ്ട എന്ന് വെക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ പല ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ കരിമരുന്നും വേണ്ട എന്ന അഭിപ്രായങ്ങളൊക്കെ വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഗുരുദേവൻ പറഞ്ഞിട്ട കാര്യങ്ങളാണ്. അതിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരണോ എന്ന ചർച്ചകളൊക്കെ നടക്കുമ്പോൾ തന്നെ പ്രായോഗികമായി ഇപ്പം നിലവിലുള്ള നിയമം, ആ നിയമപ്രകാരമുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. പലയിടങ്ങളിലും ഉണ്ടാകുന്ന അനധികൃതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പ്രായോഗികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.